ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഗ്രാമറിൽ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും സർവനാമിൽ. സർവനാമം എന്ന് വെച്ചാൽ എന്താണ്? പ്രോനൗൺ ആണ്. പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്നത്, ദേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേര് അങ്ങനെയൊന്നും നമുക്ക് അറിയാത്ത സമയത്ത് നമ്മൾ എന്ത് പറയും? ദേ, അത്, ഇത്, അല്ലെങ്കിൽ അവൻ, അവൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയാറ് അല്ലെ. ഓക്കെ. അതേപോലെ തന്നെ ആപ്, തും, തു എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഈ ആപ്, തു, തും എന്ന് പറയുന്ന ഈ സർവനാമിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രോനൗണിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഇത് പലർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ ചില ആൾക്കാർക്ക് ഇത് തീരെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇനി മുതൽ നിങ്ങൾ അത് ആലോചിച്ച് തുടങ്ങണം. അതായത് ഈ തു, തും, ആപ്പ് എന്ന് പറയുന്ന സംഭവം എല്ലാത്തിന്റെ മീനിങ് എന്താണ്? യു എന്ന് പറയുന്നതാണ്. തു എന്ന് വെച്ചാലും യു ആണ്, തും എന്ന് വെച്ചാലും യു ആണ്, ആപ്പ് എന്ന് വെച്ചാലും ഇംഗ്ലീഷിൽ യു എന്ന് തന്നെയാണ്. പക്ഷെ ഹിന്ദിയിൽ ഇതെന്താണ്? ഉപയോഗിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. ഒക്കെ റെസ്പെക്റ്റിന് മേലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം മക്കൾ ആലോചിക്കുക കേട്ടോ. അതായത് തു എന്ന് വെച്ചാൽ എന്താണ്? നീ എന്നാണ്. അത് നമുക്ക് എപ്പം ആരൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കാം? സാധാരണ നിലയിൽ നമ്മളെക്കാളും ചെറുതായിട്ടുള്ള ഒരാള്, അതായത് നമുക്ക് ചെറുതായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അത്ര റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാത്ത ഒരാള് നമ്മള് വരികയാണ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ അനിയത്തിമാര്, അനിയന്മാര് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിച്ചാൽ മതി? തു എന്ന് പറഞ്ഞാൽ മതി. തു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. തു എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മളെക്കാളും ചെറിയ ആളുകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട്, വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കാറ് എന്നുള്ള കാര്യം ആലോചിക്കാം. അതേപോലെ തും എന്ന് വെച്ചാൽ എന്താണ്? യു എന്നുള്ളത് തന്നെയാണ് അർത്ഥം. പക്ഷെ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരാൾ വരികയാണ്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ എന്താണ്? തും എന്ന് വിളിക്കാം. തും എന്നുള്ള ആ വാക്ക് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് അധികം റെസ്പെക്ട് ഒന്നും കൊടുക്കേണ്ട, പക്ഷെ നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള റെസ്പെക്ട് കൊടുക്കേണ്ട ഒരാളാണെങ്കിൽ നമുക്ക് തും എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം ഹിന്ദിയിൽ. ഇനി നമ്മളെക്കാട്ടും വലിയൊരാളാണ്, നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അമ്മയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വലിയ ഏതോ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, നമ്മുടെ വലിയ മൂത്ത ആളാണ് എന്നൊക്കെ വിചാരിക്കാം. ഓക്കെ. നമ്മളെക്കാട്ടും ഓൾഡർ ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റോട് കൂടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മൾ തുമ്മുന്നോ തൂന്നോ ഉപയോഗിക്കാൻ പാടില്ല ഹിന്ദിയിൽ. നമ്മൾ എന്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ആപ്പ് എന്ന് പറയുന്ന സംഭവം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നോക്കിക്കേ, ആപ്പ് എന്ന് പറയുന്ന ശബ്ദമാണ് ഉപയോഗിക്കുക. അപ്പൊ തു, തും, ആപ്പൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി മുതൽ നിങ്ങൾ പേര് നമ്മൾ സാധാരണ മലയാളികൾ എന്താണ് പേര് ചോദിക്കുന്ന സമയത്ത് തുമാറാ നാം ക്യാ ഹേ എന്നാണ് വലിയ ആൾക്കാരോടും ചെറിയ ആൾക്കാരോടും എല്ലാരോടും നമ്മൾ ചോദിക്കുക അല്ലെ. അപ്പൊ വലിയ ആൾക്കാരോട് ഇനി മുതൽ നമ്മൾ പേരൊക്കെ ചോദിക്കുന്ന സമയത്ത് അക്ക നാം ക്യാ ഹേ എന്ന് മാത്രമേ ചോദിക്കാവൂ. കാരണം എന്താണ്? നമ്മൾ കുറച്ച് റെസ്പെക്ട് കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ആപ്പ് എന്ന് പറയുന്നത്, റെസ്പെക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൂവും തുമ്മും ആപ്പും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.